49 ബോൾസ് 85 റൺസ്. അപ്പം അതിൻ്റെ അകത്ത് തന്നെ 7 സിക്സും പിന്നെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് 173.47. അപ്പം ഇതെന്ന് പറയുന്നത് ഇന്നലത്തെ ഗില്ലിൻ്റെ ഇന്നിങ്സിൻ്റെ ഒരു ഓവറോൾ ഹൈലൈറ്റ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പം നമുക്കറിയാം ഇന്നലെ KKR-നെതിരെ ഒരു 248-ന്റെ ടാർഗറ്റ് ആയിരുന്നു അവർ സെറ്റ് ചെയ്തത്. അപ്പം അവസാനം 29 റണ്ണിനാണ് ഗുജറാത്ത് ടൈറ്റൻസ് പരാജയപ്പെട്ടത്. ഇന്നലത്തെ കളി ഗുജറാത്ത് ജയിച്ചിരുന്നുണ്ടെങ്കിൽ അവർക്ക് RCB മറികടന്ന് ഫസ്റ്റിലേക്ക് എത്താനുള്ള ഒരു ചാൻസ് ആണ് ഗുജറാത്തിന് പോയത്. അപ്പം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ജസ്റ്റ് ഞാനിവിടെ എന്തുകൊണ്ട് നമുക്ക് ഗില്ലിനെ ഒരു ഇന്ത്യൻ T20 സെറ്റപ്പിലേക്ക് എടുക്കരുത് അല്ലെങ്കിൽ വരരുത് എന്ന് മജോറിറ്റി ആൾക്കാർ പറയുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇതുപോലൊരു വലിയൊരു ടാർഗറ്റ് ചേസ് ചെയ്യുന്ന സമയത്ത് ഈ നമുക്ക് കാണുമ്പം ഇത് നല്ല സ്ട്രൈക്ക് റേറ്റ് ഉള്ള സ്കോർ, ആവശ്യത്തിന് 6, ആവശ്യത്തിന് 4 ഇങ്ങനെയൊക്കെ തോന്നുമെങ്കിലും ഇപ്പം എൻഡ് ഓഫ് ദി ഡേ ഈ ഒരു ടാർഗറ്റിൻ്റെ അടുത്തെത്താനായിട്ട് ഗില്ലിൻ്റെ ഒരു ഇന്നിങ്സ് കൊണ്ട് എന്താ പറയുന്നത് അങ്ങനെ ഒരു ഇൻറ്റൻറ്റുള്ള ഇന്നിങ്സ് ആയിട്ട് ലൈവ് കണ്ടുകൊണ്ടെന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തില്ല. അതായത് കുറച്ച് സമയം ഒന്ന് ആക്സിലേറ്റർ ആവും, വീണ്ടും കുറച്ച് സമയം സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യും. സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന ഓക്കെ, പക്ഷേ ഇതുപോലൊരു കളിയിൽ സ്ട്രൈക്ക് റൊട്ടേഷൻ്റെ കൂടെ പീരിയോഡിക്കായിട്ട് ബൗണ്ടറീസും കൂടി വരണം. പ്രത്യേകിച്ച് ഇങ്ങേ സൈഡിൽ ജോസ് ബട്ട്ലറെ പോലൊരു കളിക്കാരനൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാൻഡിൽ ഇപ്പോൾ ഈവൻ നമ്മൾ ഗില്ലിൻ്റെ കാര്യം പറയുന്ന പോലെ തന്നെ ബട്ട്ലറിൻ്റെ കാര്യം പ്രത്യേകം പറയണം. ബട്ട്ലറിൻ്റെ സൈഡിൽ നിന്നാണെങ്കിൽ പോലും ഒരു കളി ജയിക്കണം എന്നുള്ള ഇൻറ്റൻറ്റോട് കൂടി വന്നൊരു ഇന്നിങ്സ് അല്ല നമുക്ക് കാണാൻ പറ്റിയത്. പക്ഷേ ആദ്യം തന്നെ പരിക്ക് പറ്റി പോയ സായി സുദർശൻ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് പുള്ളി ആ 50 ക്രോസ് ചെയ്ത് തന്നെ നമുക്ക് കണ്ടാൽ അറിയാം. പുള്ളി വരുന്ന ഓരോ ബോളും അറ്റാക്ക് ചെയ്യാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഒരു സ്ട്രൈക്ക് റൊട്ടേഷൻ പുള്ളി സെക്കൻഡറി ആണ് നോക്കുന്നത്. അതായത് അറ്റാക്ക് ചെയ്യുന്ന ബോൾ ബൗണ്ടറി പോയില്ലെന്നുണ്ടെങ്കിൽ പുള്ളി ആ ടൈം കൊണ്ട് സിംഗിളോ അല്ലെങ്കിൽ ഡബിളോ എത്തും. പക്ഷേ ഇവർ ഗില്ലും ബട്ട്ലറും കളിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാക്ട്ലി സ്ട്രൈക്ക് റൊട്ടേറ്റ്, അതായത് ഒരു ഇൻറ്റൻറ്റോട് കൂടിയല്ല മിഡിൽ ഓവേഴ്സിൽ. പ്രത്യേകിച്ച് നരേൻ്റെ ഒരു ഓവറൊക്കെ നരേൻ്റെ മിഡിൽ ഓവേഴ്സിൽ, അതായത് 4 overs 29 റൺസാണ് നരേൻ വിട്ടുകൊടുത്തത്. അപ്പം ശരിക്കും ഒരു ഗെയിം ഡിഫൈനിങ് ആയിട്ടുള്ള സ്പെൽ എന്ന് പറയുന്നത് അവിടെയാണ് നമുക്ക് കാണാൻ പറ്റിയത്. പിന്നെ ബാക്കി ബോളേഴ്സിൻ്റെ ഒക്കെ സൈഡിൽ നിന്ന് പീരിയോഡിക്കായിട്ട് സപ്പോർട്ട് കിട്ടിയതുകൊണ്ടും നമുക്ക് നോക്കിയാൽ അറിയാം ചേസ് ചെയ്ത പകുതി സമയത്തും ഗില്ല് ഔട്ടാവുന്നതിന് വരെ ആകെ 2 വിക്കറ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം താഴേക്ക് വീണ്ടും ഹാർഡ് ഹീറ്റിംഗ് ആയിട്ടുള്ള ആൾക്കാർ ബാക്കി നിൽക്കുകയാണ്. എന്നിട്ടും ഇവരെന്തിനാണ് അവിടെ സ്റ്റാൻഡ് സ്റ്റിച്ച് ചെയ്ത് ഇടയ്ക്ക് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്തൊക്കെ പോയെന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവിടെ ആ സ്ഥാനത്തൊരു സഞ്ജുവോ അല്ലെങ്കിൽ അഭിഷേക് ശർമ്മയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചേസ് ചെയ്യുന്ന ടാർഗറ്റ്, അല്ലെങ്കിൽ പോട്ടെ ഇഷാൻ കിഷൻ ആണെങ്കിൽ കൂടി അവിടെ നിൽക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം അവർ ഒരു ലെവൽ കഴിഞ്ഞാൽ പിന്നെ ഹിറ്റ് ചെയ്യുന്നതെല്ലാം ഒന്നെങ്കിൽ ബൗണ്ടറി അല്ലെങ്കിൽ ഡബിൾ അങ്ങനെ ഒരു ലൈനിലേക്കാണ് പോകുന്നത്. അല്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ട് ബോൾ വീണ്ടും സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് വേസ്റ്റ് ചെയ്യാനായിട്ട് ഇവരാരും നോക്കാറില്ല. ഇപ്പം നമുക്ക് വേൾഡ് കപ്പിൻ്റെ ടൈമിൽ സഞ്ജു നഷ്ടപ്പെട്ട 2 സെഞ്ചുറി ആണെങ്കിലും നമുക്കറിയാം പുള്ളി ആ ഒരു ഗിയർ മാറി കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു അറ്റാക്കിങ്ങിലേക്ക് തന്നെയാണ് പോയത്. ഒരു സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതോട് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യത്തിന് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഷോട്ട് എടുക്കുമല്ല, അവർ ഒരു ബൗണ്ടറിക്കുള്ള ഇൻറ്റൻറ്റോട് കൂടിയാണ് പോകുന്നത്. അപ്പോൾ ആ ബൗണ്ടറി പോയില്ലെന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ സിംഗിളോ ഡബിളോ വരും. ഇങ്ങനെ ഒരു ഇൻറ്റൻ്റ് ആണ് മെയിൻലി ഇന്നലെ നമ്മൾ കാണാണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേഴ്സണലി ഞാനൊരിക്കലും ഗില്ലിനെ ഒരു T20 സെറ്റപ്പിലേക്ക് ഇന്ത്യൻ T20 സെറ്റപ്പിലേക്ക് സജസ്റ്റ് ചെയ്തില്ല. പക്ഷേ പുള്ളിയുടെ ഇപ്പോഴത്തെ കൺസിസ്റ്റൻസിയും പുള്ളിയുടെ സ്കോറിംഗ് റേറ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ IPL ഒക്കെ തീർന്നു കഴിയുമ്പോൾ നമ്മൾ ടോട്ടൽ ടാലി എടുത്ത് നോക്കുമ്പോൾ എല്ലാത്തിനും പുള്ളി മുകളിലായിരിക്കും. അതായത് ടോട്ടൽ റൺസ്, ആവറേജ്, നമ്പർ ഓഫ് ഫോഴ്സ്, ഇതിനകത്തെല്ലാം പുള്ളിയുടെ പേരായിരിക്കും ഏറ്റവും മുകളിൽ വരുന്നത്. പക്ഷേ ഇതുകൊണ്ടൊന്നും ഒരു പ്രത്യേകിച്ച് കാര്യം എന്താ പറയുന്നത്, ക്രിക്കറ്റ് നമ്മളിങ്ങനെ അടുത്ത് കാണുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ ഇതൊക്കെ വെറും ഒരു പേഴ്സണൽ റെക്കോർഡായിട്ടാണ്, അല്ലെങ്കിൽ പേഴ്സണൽ മൈൽ സ്റ്റോൺ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ഇന്നലത്തെ കളി കണ്ടുവന്നപ്പോൾ എനിക്ക് ശരിക്കും വിഷമം വന്നു. അതായത് കുറേ ബോൾസൊക്കെ എന്തിനാണ് ഇങ്ങനെ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ബിഗ് ഹിറ്റ് ഇടയ്ക്കൊരു ഓവറിൽ 2-3 ബിഗ് ഹിറ്റ് വന്നിരുന്നെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇന്നലെ സായി സുദർശൻ കളിച്ച കളി ഡൗൺ ദി ഇന്നിങ്സ് അവസാനം വന്നപ്പോഴത്തേക്ക് ഈസി ആയിട്ട് GTക്ക് ജയിച്ച് മുകളിലേക്ക് കയറായിരുന്നു. അപ്പം എന്തായാലും ഇനിയുള്ള കളികളെല്ലാം എല്ലാ ടീമിനും നിർണായകമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ 2 കളി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കളിയാണ്. ഒന്ന് പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം, 2 രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ശരിക്കും ഇന്ന് പഞ്ചാബ് തോക്കുകയും രാജസ്ഥാന് തോക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ചെന്നൈക്ക് വീണ്ടും കാര്യങ്ങൾ എളുപ്പമാകും. അത് ചെന്നൈക്ക് അവർക്ക് ബാക്കിയുള്ള 2 കളി ജയിച്ചു കഴിഞ്ഞാൽ ടോപ്പ് 3 അല്ലെങ്കിൽ 4 ഫിനിഷ് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള SRHും GT ആയിട്ടാണ് കളി എന്ന് ഓർക്കണം. അപ്പം കാരണം അവരും ടോപ്പ് നിൽക്കുന്ന ടീമാണ്. അപ്പോൾ ഈ 2 ടീമിനെതിരെ വീണ്ടും അവരെ തോപ്പിച്ചു കഴിഞ്ഞാൽ CSK ഈസി ആയിട്ട് പ്ലേ ഓഫിലേക്ക് കയറും. അപ്പം എന്തായാലും എല്ലാ ടീമിൻ്റെ ഫാൻസിനും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. നമുക്ക് IPLൻ്റെ ലാസ്റ്റ് മാച്ച് വരെ മിക്കവാറും വെയിറ്റ് ചെയ്യേണ്ടി വരും ടോപ്പ് 4ലേക്ക് ആരൊക്കെ എത്തുമെന്ന് അറിയാനായിട്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.